ഇപ്പോ ഉദാഹരണത്തിന് നിങ്ങളൊരു ഡെന്റൽ ക്ലിനിക് ആണ് സർവീസ് ചെയ്യുന്ന ഒരാളാണെന്നെങ്കിൽ ഡെന്റൽ ക്ലിനിക് എന്നടിക്കുന്ന സമയത്ത് ടോപ്പ് ത്രീ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. നിങ്ങൾ എല്ലാവരും സെർച്ച് ചെയ്യുന്നതാണ്. ടോപ്പ് ത്രീ പൊസിഷനിലുള്ള ആളുകൾക്ക് മാത്രമാണ് കോള് പോകുള്ളൂ. കോൾ എന്ന് പറയുമ്പോൾ ലീഡ്സ് പോകാൻ സാധ്യതയുള്ള ഒരു 95%. ഓക്കെ. അപ്പൊ എങ്ങനെയാണ് ഈ ടോപ്പ് ത്രീ പൊസിഷനിലേക്ക് നിലവിലുള്ള ബിസിനസ് എത്തുക എന്നുള്ളതാണ് ഇന്നത്തെ ഞങ്ങളുടെ ടോപ്പിക്. ഏത് ലൊക്കേഷനിലായിക്കോട്ടെ, ലൊക്കേഷൻ അല്ല ഇവിടെ ഇമ്പോർട്ടന്റ്, സർവീസാണ്. ആ ഒരു സർവീസിൽ നിങ്ങൾ കൊടുക്കുന്ന ഒരു ടോപ്പ് 10 സർവീസ്, എന്തെങ്കിലും അത്യാവശ്യം സർവീസുകൾ ഉണ്ടാവും. ഒരു 10 സർവീസുകൾ ആദ്യം ലിസ്റ്റ് ചെയ്യുക. ആ ലിസ്റ്റ് ചെയ്തതിനു ശേഷം ആ ഒരു സർവീസിലായിരിക്കണം നിങ്ങളുടെ കംപ്ലീറ്റ് SEOന്റെ വർക്കുകളും ഗൂഗിൾ മൈ ബിസിനസ് വർക്കുകളും ചെയ്യേണ്ടത്. അത് ചെയ്യുമ്പോൾ ഇപ്പോ ഉദാഹരണത്തിന് വൈറ്റനിങ് ടീത്ത് വൈറ്റനിങ് എന്ന് ആരെങ്കിലും ആ ഒരു ലൊക്കേഷൻ ഒരു 20 to 25 കിലോമീറ്ററിന്റെ ഉള്ളിൽ ആര് സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും ഒരു ബിസിനസ് എന്തായാലും ബിസിനസ് വരും. അത് ചിലപ്പോ നല്ല റിവ്യൂസ് ഉള്ള ബിസിനസ് ആയിരിക്കാം. നല്ല ഒരു പക്ഷെ ഒരു 2000-3000 ഒക്കെ റിവ്യൂസ് ഉള്ളതായിരിക്കാം. ഒരു പക്ഷെ ഒരു 10 റിവ്യൂസ് ഉള്ള ഒരു ബിസിനസ് സ്ഥാപനമായിരിക്കാം. എന്നിരുന്നാലും അതായിരിക്കും ഒരു ടോപ്പ് ത്രീ പൊസിഷനിൽ. ഇത് നിരന്തരമായിട്ടുള്ള പോസ്റ്റും അതുപോലെ ആക്ടിവിറ്റീസും ചെയ്യുമ്പോഴാണ് ആ ഒരു പൊസിഷനിലേക്ക് നമുക്ക് എത്താൻ കഴിയുക. അതിൽ ഒന്നാമത് വരുന്നത് ഓൺലൈൻ പ്രസൻസ് ഉണ്ടാകുക എന്നുള്ളതാണ്. അത് നമ്മൾ സംസാരിച്ചു. ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാമിൽ, അതുപോലെ വാട്സപ്പ് കമ്മ്യൂണിറ്റി, വാട്സപ്പ് ഗ്രൂപ്പ് വഴി നിങ്ങളുടെ സർവീസിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. അത് പോസ്റ്റേഴ്സ് ആവാം, റീൽസ് ആവാം, അതുപോലെ ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ ആവാം. അത് സെയിൽസിലോട്ടല്ലെങ്കിലും അതൊരു നല്ലൊരു സെയിൽസിലോട്ടാണ് നിങ്ങൾ അത് വർക്ക് ചെയ്യുന്നത്. അതിനകത്ത് ഒരു സെയിൽസ് പിച്ചോ കാര്യങ്ങളോ ഒന്നും അതിനകത്ത് പറയുന്നില്ലെങ്കിലും അത് നല്ലൊരു സെയിൽസ് വർക്ക് ചെയ്യുന്ന ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്ന ഒരു ഒരു കണ്ടന്റ് ആയിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ. പിന്നെ വരുന്നത് ഗൂഗിൾ മൈ ബിസിനസ്. ഗൂഗിൾ മൈ ബിസിനസ്സിന് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നിങ്ങൾ ഓരോ പോസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വയ്യ, വീഡിയോസ് എടുക്കാനും വയ്യ, ഇതൊന്നും ഇല്ലെങ്കിൽ പോലും ഗൂഗിളിൽ നിങ്ങളുടെ ബിസിനസ് രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. അതിനുശേഷം ലൈവ് ആയിട്ടുള്ള ഒരു ഫോട്ടോ, വീഡിയോ, ഒരു എഡിറ്റിങ്ങും ഇല്ലാത്ത അതിനകത്ത് പോസ്റ്റ് ചെയ്യാം. സർവീസ് സെക്ഷൻ ഉണ്ട്, ഞാൻ പറയാം. അപ്പോൾ ലൈവ് ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് തന്നെ ആളുകൾക്ക് അതിനെ കുറിച്ചുള്ള എൻഗേജ്മെന്റ് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഡെന്റൽ ക്ലിനിക്കും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ആളുകൾ ഇത് കാണുന്നതാണ്. ഒരു പൈസ കാര്യങ്ങളൊന്നും, ഒരു ആഡ്സിനോ പ്രൊമോഷൻസോ ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല. ഓക്കെ. അപ്പൊ ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കസ്റ്റമറുടെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളത്. കസ്റ്റമറുടെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യൽ എങ്ങനെയാണ്? നല്ല രൂപത്തിലുള്ള റിവ്യൂസ് കസ്റ്റമറേക്ക് ഒന്ന് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. റിവ്യൂസ് ചോദിച്ച് വാങ്ങിക്കഴിഞ്ഞാലാണ് റിവ്യൂസ് ആളുകൾ പോസ്റ്റ് ചെയ്യുക. ചോദിച്ചു വാങ്ങണം. അതിന് യാതൊരു മടിയും വേണ്ട. അതിന് ഇപ്പോൾ ഉള്ള റിവ്യൂയുടെ സ്റ്റാൻഡ് ഉണ്ട്. അതുപോലെ NFC പോലെയുള്ള റിവ്യൂ കാർഡുകളുണ്ട്, റിവ്യൂ സ്റ്റാൻഡുകളുണ്ട്. ഫീഡ്ബാക്ക് ചോദിക്കാം. അതൊരു പോസിറ്റീവ് ആയിക്കോട്ടെ, നെഗറ്റീവ് ആയിക്കോട്ടെ. നമ്മൾ കൊടുക്കുന്ന സർവീസിലെ അവരുടെ അഭിപ്രായങ്ങൾ കസ്റ്റമറുടെ കേൾക്കാൻ നമുക്ക് എന്തെങ്കിലും സംവിധാനം നമ്മുടെ കയ്യിൽ വേണം. അത് ഗൂഗിൾ മൈ ബിസിനസ് ആകുമ്പോൾ കൂടുതലായിട്ട് പിന്നെയും കസ്റ്റമേഴ്സിനെ അത് ഇറങ്ങി ചെല്ലും. കാരണം ഇവിടെ ദുബായിൽ മെയിൻ ആയിട്ടുള്ള പല കമ്പനികളും ഗൂഗിളിന്റെ റിവ്യൂ ആയിരിക്കും അവരുടെ മെയിൻ ആഡ്. ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 2000 അല്ലെ, 20,000 റിവ്യൂസ് അവർ ഗൂഗിളിലുണ്ട്. ഇതായിരിക്കും അവർ മെയിൻ പ്രൊമോഷൻ. കാരണം അത്രയും കസ്റ്റമർ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് അവര് അതിലൂടെ പറയുന്നത്, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഗൂഗിളിൽ രജിസ്ട്രേഷൻ ചെയ്യാത്തവർ രജിസ്ട്രേഷൻ ചെയ്യുക. അതിനുശേഷം റിവ്യൂ കളക്ട് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ഒരു QR കോഡോ റിവ്യൂവിന്റെ ലിങ്കോ NFC ബന്ധപ്പെട്ടോ ഏതെങ്കിലും ഒന്ന് കസ്റ്റമറേക്ക് നിന്നും റിവ്യൂ കളക്ട് ചെയ്യുക. പോകുന്ന സമയത്ത്, സർവീസ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഞങ്ങളുടെ സർവീസിനെ കുറിച്ച് ഹാപ്പി ആണെങ്കിൽ ഒന്ന് റിവ്യൂ പോസ്റ്റ് ചെയ്യാന്ന് പറയാം. ഇനി ഓൺലൈൻ സർവീസിൽ ആരെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ റിവ്യൂവിന്റെ ലിങ്ക് ഒരു നല്ലൊരു ടെക്സ്റ്റ് രൂപത്തിലേക്ക് അവർക്ക് അയച്ചു കൊടുക്കുക. ഇതാണ് റിവ്യൂസ് കളക്ട് ചെയ്യുന്നത്. അത് ലൈഫ് ടൈം ആയിട്ട് അവിടെ കിടക്കും. ഓക്കെ. ഒരു പ്രൊമോഷൻസോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ തന്നെ കസ്റ്റമർക്ക്, ഇനി വരുന്ന കസ്റ്റമർക്ക് കൂടുതലായിട്ടും ട്രസ്റ്റ് ആയിട്ട് വരും. അതിൽ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഗൂഗിൾ മൈ ബിസിനസ്. ഗൂഗിൾ മൈ ബിസിനസ് രജിസ്ട്രേഷൻ ചെയ്യാനാകെ ഒരു 10 മിനിറ്റ് മതി. ഒരു ഡെയിലി അല്ലെങ്കിൽ ഒരു കണ്ടന്റ് അതിനകത്ത് ഡെയിലി പോസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീക്കിൽ ഒരു 3 പോസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു 3 മാസത്തിന്റെ ഉള്ളിൽ നിങ്ങൾ തന്നെയായിരിക്കും, നിങ്ങളുടെ സർവീസ് ആയിരിക്കും അതിന്റെ ഏറ്റവും നമ്പർ 1 ആ ഒരു ഏരിയയിൽ. അപ്പോൾ ഡെറ മാർക്കറ്റിൽ നിന്ന് ഒരാൾ സെർച്ച് ചെയ്യാണ് ബെസ്റ്റ് ഡെന്റൽ ക്ലിനിക് അല്ലെങ്കിൽ ബെസ്റ്റ് ലാപ്ടോപ്പ് സർവീസ്, ഇതുമായി ബന്ധപ്പെട്ട് എന്ത് അടിക്കുമ്പോഴും നിങ്ങളുടെ സർവീസ് എന്താണോ അത് കോറായിട്ട് ഫൈൻഡ് ചെയ്തിട്ട് അതിന്റെ ഓഡിയൻസ് ആരാണ് നോക്കാം, എന്തൊക്കെയാണ് അവരുടെ കീവേഡ് സെർച്ച് ചെയ്ത് കയറുന്നത് നോക്കാം.
ഇതുവഴി ഒരു ആഡോ പ്രൊമോഷൻസോ കാര്യങ്ങളും ചെയ്യുന്നില്ല. ഇപ്പോ ഉദാഹരണത്തിന് ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം. ഇതിനൊക്കെ വെബ്സൈറ്റ് വേണം. ഇപ്പൊ ഈ മൂന്ന് ക്വസ്റ്റ്യൻ ഇവിടെ വന്നു. ഫസ്റ്റ് ടോപ്പ് 3 വന്നു. ഇതിനൊക്കെ വെബ്സൈറ്റ് ആവശ്യമാണ്, നിർബന്ധമാണ്. വെബ്സൈറ്റ് ഉണ്ടായാലും പോരാ, അത് നല്ല രൂപത്തിൽ SEO ലെവലിലേക്ക് അത് കൊണ്ടുപോകണം. ഓക്കെ, ഇല്ല. ഓക്കെ, രണ്ടാമത് ഗൂഗിൾ മൈ ബിസിനസിന്റെ ലൊക്കേഷൻ ഇവിടെ എത്തി. ഇവിടെ ബെസ്റ്റ് ഡെന്റൽ ക്ലിനിക് അൽറിക ഒന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് ഉണ്ടോ ഇവിടെ മുകളിൽ കണ്ട് സ്പോൺസേഡ് ആഡാണ്. ഏറ്റവും ടോപ്പിൽ സ്പോൺസേഡ് ആഡാണ്. ഇത് അവര് ഈ ഒരു പേര് വരാൻ വേണ്ടിയിട്ട് അവർ ഗൂഗിളിന് ഒരു പേയ്മെന്റ് കൊടുക്കുന്നുണ്ട്. അതാണ് സ്പോൺസേഡ് ആഡ്. രണ്ടാമത്തെ ഇത് കണ്ടില്ലേ, ഇതൊരു സ്പോൺസേഡ് ആഡും അല്ല. ഇവര് ടോപ്പ് 3 പൊസിഷനിൽ അല്ലെ, 1ൽ എത്തിയിട്ടുണ്ട് ഇവരെ ക്ലിനിക്ക് ടോപ്പ് 3 പൊസിഷനിൽ ഏറ്റവും ടോപ്പ് 1ൽ എത്തിയിട്ടുണ്ട്. അതിന് നേരെ താഴെ വരുന്നത്, താഴെ എടുക്കുന്ന സമയത്ത് മോർ എന്ന ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് ഒത്തിരി ഇവിടെ വരും. ബട്ട് ഏറ്റവും കൂടുതൽ കസ്റ്റമർ വിളിക്കാൻ സാധ്യത ഉള്ളത് ആദ്യം കണ്ട ഒരു ടോപ്പ് 3 പൊസിഷനിലേക്കാണ്. ഇതിലേതെങ്കിലും ഒന്നാണ് കസ്റ്റമർ ആദ്യം കോൾ പോവുക. ഇപ്പൊ ഇതിന് റിവ്യൂ കണ്ടോ, 584 റിവ്യൂസ് ഉണ്ട്. ഇതിന് 392 റിവ്യൂസ് ഉണ്ട്. ഇത് 1100 റിവ്യൂ ഉണ്ട്. ശരിക്കും റിവ്യൂവിന്റെ കേസ് നോക്കുമ്പോൾ ഇതാണല്ലോ ഫസ്റ്റ് വരേണ്ടത്, അല്ലേ? ഏറ്റവും കുറവ് ഇതാണ്, എന്നിട്ട് പോലും ഇത് സെക്കൻഡ് വരുന്നുണ്ട്. അപ്പൊ ഇവിടെയാണ് ഇതിന്റെ മാനേജിങ് എന്ന് പറയുന്നത്. അതായത് ഗൂഗിൾ മൈ ബിസിനസ്സിനെ ഏറ്റവും നല്ല രൂപത്തിൽ മാനേജ് ചെയ്യുന്ന സമയത്ത് ഇവർ 10 റിവ്യൂ ആണെങ്കിൽ പോലും ആ ഒരു കീവേഡ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പൊസിഷനിലേക്ക് നിങ്ങളുടെ ഏത് സർവീസ് ആണെങ്കിലും നിങ്ങൾക്ക് എത്താൻ പറ്റും. ഓക്കെ, ഇതാണ് ഗൂഗിൾ മൈ ബിസിനസിന്റെ പൊസിഷൻ എന്ന് പറയുന്നത്. പിന്നെ നേരെ താഴത്തേക്കൊക്കെ വരുന്ന സമയത്ത് ഇതൊക്കെ SEOന്റെ ഇതാണ്. SEO സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതൊക്കെ വരുന്നത്. ആർട്ടിക്കിൾസ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, ചെയ്യുന്നത് ഇതുണ്ടെങ്കിൽ തന്നെ ഗ്യാരണ്ടി ആണ് അടുത്തൊരു 3 മന്ത് ഉണ്ട് നിങ്ങളുടെ ബിസിനസ് ആയിരിക്കും നിങ്ങളുടെ സർവീസ് ഏരിയയിൽ ടോപ്പ് 3 പൊസിഷനിൽ. കാരണം ഇത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാനൊരു മോഡലായിട്ട് ഡെമ്മി ആയിട്ട് ഒരു ഡെന്റൽ ക്ലിനിക്കിന്റെ ഇത് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അതുപോലെ ഞാൻ ഇന്നത് ക്ലോസ് ചെയ്തു, കാരണം അത്രയും കോളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് പെർമനന്റ് ആയിട്ട് അത് ക്ലോസ് ചെയ്തു.